ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനെ അന്വേഷിച്ച് പോലീസ് വരുന്നുണ്ട്. ഒരുപാട് സമയം വെളിയിൽ നിന്ന് ഹോൺ അടിച്ചിട്ടും ഗേറ്റ് തുറക്കാത്തതുകൊണ്ട് അപ്പോൾ കുറേ സമയം ഹോൺ അടിക്കുകയാണ്. അപ്പോൾ ആളില്ലാന്ന് തന്നെ അവർ വിചാരിക്കുക കേട്ടോ. ഇത്രയും സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അലീനെ പിന്നെ ഓടി വന്ന് നോക്കുകയാണ്. ജനലിൽ കൂടെ നോക്കുമ്പോൾ പോലീസാണെന്ന് മനസ്സിലാവാണ് കേട്ടോ. കൃഷ്ണമോൾക്ക് ആകെ ടെൻഷനായി. മോള് പേടിക്കാതെ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവരെന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. വന്നോട്ടെ ചേച്ചി, കഥക് തുറക്കണ്ട, സാരമില്ല, ഞാൻ പോയി തുറന്നിട്ട് വരാം. ചേച്ചിക്ക് പേടിയൊന്നുമില്ലേ? എന്തിനാ മോളെ നമ്മൾ പേടിക്കുന്നത്? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മോളിവിടെ നിൽക്കുക. അങ്ങനെ നേരെ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. അകത്തേക്ക് കടന്നു വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്ന പോലീസുകാർ ആദ്യം തന്നെ അലീനോട് ചൂടാവണം കേട്ടോ. ഇത്രയും സമയം എന്താ ഇങ്ങനെ ഗേറ്റ് തുറക്കാനായിട്ട് താമസം? എത്ര നേരം കൊണ്ട് ഹോൺ അടിക്കുന്നു? അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറേ അത് ഞങ്ങൾ 3 പെൺകുട്ടികളും മാത്രമേ ഈ വീട്ടിലുള്ളൂ, ആണുങ്ങളായിട്ട് വേറെ ആരുമില്ല. പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാൽ കഥക് തുറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീടാണ് ജനലിൽ കൂടെ നോക്കിയപ്പോൾ പോലീസാണെന്ന് മനസ്സിലായത്, അതുകൊണ്ടാണ് വന്ന് തുറന്നത്. ഓ, അതെന്തിനാ വീടടച്ച് അകത്തിരിക്കണത്? കഥകൊക്കെ തുറന്നിട്ടിരിക്കണം. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഓ, ഇവിടുത്തെ ആൺപിള്ളേരൊക്കെ പീഡന കേസിൽ അകത്തല്ലേ അല്ലേ? അപ്പം തന്നെ അലീനയ്ക്ക് ഒരുമാതിരി ആവണുണ്ട്. ചില കാര്യങ്ങൾ നിന്നോട് കൂടി ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നീ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വരണം. ഞാനെന്തിനാ വരുന്നത്? അല്ല, അത് നീ വരണം. എന്തായാലും നീ ഇങ്ങോട്ട് വാ. അങ്ങനെ അല്ല സാർ, ചോദ്യം ചെയ്യാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാനൊരു പെൺകുട്ടിയാണ്. ആ, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വനിതാ പോലീസിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കയറി വരുമ്പോൾ കൃഷ്ണമോൾ നല്ല പേടിക്കുകയാണ്. എന്താ ചേച്ചി? ആഹാ, ഇതാണോ ബാലചന്ദ്രൻ്റെ മകള്? അതെ, ഇത് മകളാണ്. നീ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ? അതെ, ഞാൻ ജോലിക്കാരി തന്നെയാണ്. എത്ര നാളായി നീ ഇവിടെ വന്നിട്ട്? നീ ഏതോ ഓർഫണേജിൽ നിന്ന് വന്നതാണല്ലേ? അനാഥയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതെ, ഞാൻ അനാഥയാണ്. ഞാൻ ഓർഫണേജിൽ നിന്ന് തന്നെയാണ് വന്നത്. ആ, അത് ശരി. അപ്പോൾ നിനക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കണോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാറ്, ചോദിച്ചോളൂ. ആ, ചോദിക്കാം. പിന്നെ നീ ഇവിടെ ജോലിക്ക് വന്നിട്ട് കുറച്ച് നാളായെന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, അതിനു മുന്നേ മോളെ നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ പീഡന കേസിൽ ഒരുത്തനകത്ത് കിടപ്പുണ്ടല്ലോ, അവൻ്റെ റൂം എവിടെയാണ്? ആദ്യം അത് പറ. അത് മുകളിലാണ്. മുകളിൽ എത്ര മുറിയുണ്ട്? 3 മുറിയുണ്ട്. അതിന് നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല, അവൻ്റെ റൂം അടച്ചിട്ടേക്കാം. എന്നാലേ ഒരു കാര്യം ചെയ്യുമോ, നിങ്ങൾ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി അവൻ്റെ റൂമിനകത്ത് പെൻഡ്രൈവോ ലാപ്ടോപ്പോ എന്തെങ്കിലും മയക്കുമരുന്ന് എന്തെങ്കിലുമൊക്കെ കാണും, ഉണ്ടെങ്കിൽ ഇങ്ങ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞൊരു പോലീസുകാരനും പറഞ്ഞു വിടുന്നുണ്ട്. കൃഷ്ണ മോളെയും കൂടെ പറഞ്ഞു വിടുക. അപ്പോൾ അലീന പറയണ്ട, ഞാൻ വരാം സാറേ, നീ വരണ്ട, അവൾ പോയി കാണിച്ചോളും, മോള് ചെല്ല്, വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ആ ലേഡി പോലീസ് കൃഷ്ണമോളെയും കൂട്ടി നേരെ രോഹിതിൻ്റെ മുറിയിലേക്ക് പോവാണ്. ഈ സമയം കൊണ്ട് പോലീസുകാരെ CI നമ്മുടെ അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ വന്നതിന് ശേഷം നിനക്ക് ആരിൽ നിന്നെങ്കിലും ലൈംഗിക അതിക്രമം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ആദ്യം അലീന ഒന്ന് ഞെട്ടിപ്പോവാട്ടോ. ഇയാളോട് എന്ത് പറയാനാ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഉണ്ടോയെന്ന്. ഒന്നും മിണ്ടുന്നില്ല. ശരി, ഇവിടെ വന്ന് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയാനേ രോഹിത് ബാലചന്ദ്രൻ, അവനും ആ കള്ളപ്പള്ളിയിലുള്ള അവനും കൂടെ നിനക്ക് മയക്കുമരുന്ന് കലക്കി തന്നോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ. അലീനയ്ക്ക് ഒന്നും മിണ്ടാനേ പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് മേളിൽ പോയി ഇവർ താഴേക്ക് വന്നിട്ടുണ്ട്. എന്താ, വല്ലതും കിട്ടിയോ? മേളിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല അവൻ്റെ മുറിയിൽ നിന്ന്. ഒരു സാധനവും ഇല്ല സാറേ. എന്തായാലും നല്ലപോലെ നിങ്ങൾ നോക്കിയില്ലല്ലോ? നന്നായിട്ട് നോക്കി. അങ്ങനെയുള്ള ഒരു സാധനങ്ങളും റൂമിൽ നിന്നും കിട്ടിയിട്ടില്ല. ഓ, അത് ശരി. എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഞങ്ങളോടൊപ്പം വാ. ഞാനെന്തിനാ സാറേ വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. സാറിന് ഇവിടെ വെച്ച് ചോദിക്കാമല്ലോ. ഞങ്ങളെവിടെ വെച്ച് ചോദിക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, നീയല്ല. അതിന് ഇവിടെ വേറെ ആണുങ്ങളായിട്ട് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞില്ലേ വനിതാ പോലീസ് കൂടെ വന്നിട്ടുണ്ട്. നീ കൂടെ വാ, നിന്നെ കൊണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വന്നേ പറ്റൂ. നിന്നെക്കുറിച്ച് ചിലതൊക്കെ അവന്മാർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് സത്യമാണോ എന്നൊക്കെ അറിയണമല്ലോ. വാ. അങ്ങനെ അലീനെ കൂട്ടിക്കൊണ്ട് പോവാട്ടോ. കൃഷ്ണമോളാണെങ്കിൽ പേടിച്ചു പോയി. അങ്ങനെ മോളൊന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ തന്നെ തിരിച്ചു വരും, മോള് ധൈര്യമായിട്ടിരുന്നു. പിന്നെ ആര് വന്ന് വിളിച്ചാലും കഥക് തുറക്കണ്ട, കുറ്റിയിട്ടേരെ. ചേച്ചി പേടിയാവുന്നില്ലേ? എനിക്കൊരു പേടിയില്ല മോളെ. അപ്പോൾ പിന്നെ പോലീസുകാർ പറയാം, ഇങ്ങോട്ട് വാടി, മതി സംസാരമൊക്കെ. അലീനയ്ക്കാണെങ്കിൽ തീരെ അങ്ങോട്ട് പിടിക്കുന്നേ ഇല്ല. അങ്ങനെ അലീനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് പോലീസുകാർ പല ചോദ്യങ്ങളും ചോദിക്കാൻ കേട്ടോ. നിനക്ക് അവനെ അറിയാമോ, ഇവനെ അറിയാമോ, എത്ര നാളായിട്ട് അറിയാം, നിൻ്റെ നഗ്ന വീഡിയോസോ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും അവന്മാർ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്.
അലീനയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ടും ചോദിക്കുന്നത് കേട്ടില്ലേടി, മറുപടി പറയടി എന്നാ പോലീസുകാർ പറയാം. ഇല്ല, അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. ഞാൻ ഉറപ്പ് പറയല്ലേ സാർ, എൻ്റെ ഫോട്ടോസും ആവശ്യമില്ലാത്തതൊന്നും അവരെടുത്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരെ ഫോണിൽ അതൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ പോലീസ്. അലീന ആകെ ഇനിയിപ്പോൾ എന്ത് പറയാൻ പറ്റും? തെളിവുകളെല്ലാം അവന്മാരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അത് ഇനി പറഞ്ഞിട്ട് കാര്യവുമില്ല. അങ്ങനെ അലീനെ നേരെ പോലീസ് സ്റ്റേഷനിനകത്ത് കൊണ്ടുപോവാണ് ചോദ്യം ചെയ്യാൻ. അതിനകത്ത് ജയിലിനകത്ത് തന്നെ ഹരിയും രോഹിത്തും നിപ്പുണ്ട്. അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കുകയാണ് കേട്ടോ അലീന. എന്ത് ചെയ്യാൻ പറ്റി? അവന്മാർ തന്നെ അമ്മയുടെ കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് രോഹിത്താണെങ്കിൽ ആകെ തളർന്ന് അലീനെ നോക്കി നിസ്സഹായ അവസ്ഥയിൽ അങ്ങനെ ചാരി നിൽക്കുവാണ്. ഹരിക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മളെ രേവതിക്കുട്ടി അലീനെ വിളിച്ചിട്ട് നായല്ലോ എന്ന് പറഞ്ഞ് അലീന ചേച്ചി വിളിക്കാമെന്നും പറഞ്ഞ് ഫോണിൽ വിളിക്കുക. അങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ കൃഷ്ണമോളാട്ടോ. കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ അലീന ചേച്ചിയൊന്നുമല്ല, ഞാൻ കൃഷ്ണജയ. ആഹാ, കൃഷ്ണമോളാണോ? എന്താ മോളെ നീ ഫോൺ എടുത്തത്? ചേച്ചി എന്തേന്ന് ചോദിക്കുക. ചേച്ചിയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ തന്നെ രേവതി ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. പോലീസുകാർ കുടിച്ചുകൊണ്ട് പോയി? നീ എന്താടി തമാശ പറയാം? ഞാനിതങ്ങ് വിശ്വസിക്കുമല്ലേ? ചേച്ചി തമാശയല്ല, ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയുള്ളൂ പോലീസ് വന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോയി. എന്തൊക്കെയാടി നീ പറയണത്? അതിനുവേണ്ടി ചേച്ചി എന്ത് തെറ്റാ ചെയ്തത്? ചേച്ചിയല്ല തെറ്റ് ചെയ്തത്. ഇവിടെ ചില പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി ചേച്ചി. എന്താ അവിടെ നടന്നത്? അത് നിങ്ങൾ പത്രത്തിലൊന്നും വായിച്ചില്ലേ? ഒന്നും അറിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അതൊക്കെ വരും, അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് പറയാം. അല്ല കൊല്ലപ്പള്ളിയിലെ ഹരിയേട്ടനില്ലേ, ഹരിയേട്ടൻ സ്നേഹിച്ച പെൺകുട്ടിയെ ഒരിടത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പാവം ആ കുട്ടി ഇപ്പം ആശുപത്രിയിലാണെന്ന് കേൾക്കുന്ന, കേസ് കൊടുത്തു, അങ്ങനെ പ്രശ്നമായി. അതിന് അലീന ചേച്ചി എന്തിനാ കൂട്ടിക്കൊണ്ട് പോയത്? ചോദ്യം ചെയ്യണതിൻ്റെ കൂടെ അലീന ചേച്ചിയെ ഇവിടെ ഇവർ മയക്കുമരുന്നൊക്കെ കൊടുത്തില്ലേ നേരത്തെ, അതിൻ്റെ കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. അതിനവിടെ വെച്ച് ചോദിച്ചാൽ പോരെ, എന്തിനാ അങ്ങ് കൊണ്ടുപോയത്? അറിയില്ല ചേച്ചി, അവിടെ പോകണമെന്നാണ് പറഞ്ഞത്. ബാലചന്ദ്രൻ സാറില്ലേ അവിടെ? ഇല്ല, അച്ഛനൊരു അറ്റാക്ക് വന്നു. രോഹിത്തേട്ടനെ ഇവിടെ പോലീസൊക്കെ ഇട്ട് അടിക്കണം കണ്ടിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണതാ. അലീന ചേച്ചി തന്നെയാണ് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചതും. അപ്പോൾ ആരുമില്ലല്ലേ അവിടെ? നിങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചേച്ചി? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മനുവേട്ടനെ വിളിച്ച് അറിയിച്ചായിരുന്നോ? ഇല്ല, അവർ അവിടുത്തെ കൊല്ലപ്പള്ളിയിൽ ഹനുവേട്ടൻ്റെ അനിയനല്ലേ ഹരിയേട്ടൻ, അവരും പ്രശ്നങ്ങളാൽ വിഷമിച്ചിരിക്കുമല്ലേ. ഈ കാര്യം എന്തായാലും ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. നോക്കട്ടെ മോളെ, ശരി എന്നാൽ വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണും വെച്ചിട്ട് രേവതി ആകെ ടെൻഷനായി ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ ഗ്രേസമ്മയോടും മാമച്ചനോടും പറയാം. ആദ്യം മാമച്ചനൊന്ന് പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം പോലീസ് അലീനെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് കളിയാക്കരുത് കേട്ടോ, ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടേ മാമച്ചായ. എന്താടി നീ കാര്യം പറ, പിന്നല്ലാതെ അലീനെ പിടിച്ചുകൊണ്ട് അവൾ എന്ത് തെറ്റ് ചെയ്തോ, എന്തെങ്കിലും ചെയ്തോ? ചേച്ചിയല്ല ചെയ്തത്, അവിടെ ഉള്ളവന്മാരാ. അവിടെ ചെറിയൊരു പീഡന കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആണോടി? ഇത്രയും വലിയ പ്രശ്നമായോ? അതെ ആൻറ്റി. അപ്പോൾ അതിന് ഇവളെ എന്തിനാ പിടിച്ചുകൊണ്ട് പോണേ? ഈ മയക്കുമരുന്നൊക്കെ കലക്കി ഒരിക്കൽ ചേച്ചിക്ക് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ലേ, അതിൻ്റെ പേരില ചേച്ചിയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത്. അപ്പോൾ അതിപ്പോൾ ചോദിച്ചിട്ട് ചിലപ്പോൾ തിരിച്ചു വിടല്ലേ, പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോഴാണ് രേവതി പറയുന്നത്, എൻ്റെ പേടി അതൊന്നുമില്ല. അവരൊക്കെ നോക്കുമ്പോൾ ചേച്ചി ആ വീട്ടിലെ ഒരു ജോലിക്കാരി മാത്രമാണല്ലോ. അവരുടെ കണ്ണിൽ അങ്ങനെയല്ലേ പോലീസുകാരുടെ, അവർ ആ രീതിയിലായിരിക്കും ചേച്ചിയോട് ഇടപഴകുക. ആ ഒരു പേടിയാണ് എനിക്കുള്ളത്. അപ്പോഴാണ് മാമച്ചന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. മാമച്ചൻ പറയുന്നത് അവൾ പറഞ്ഞതിൽ തെറ്റില്ലാതില്ല, വളരെ ശരിയായിട്ടുള്ളൊരു പോയിൻ്റാണ്. ജോലിക്കാരി എന്നുള്ള രീതിയിലായിരിക്കും പോലീസുകാർ അവളോട് പെരുമാറുന്നത്. പിന്നെ വേറെ പല രീതിയിലും ചിലപ്പോൾ അങ്ങനെ പെരുമാറിയെന്നും വരാം. എന്താ മാമച്ച ഉദ്ദേശിച്ചത്? അതെ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെയാണ്. അലീനയ്ക്കിപ്പം ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് അവർക്കറിയാമല്ലോ. കുറ്റങ്ങൾ വേണമെങ്കിൽ അവളെ തലയിൽ അടിച്ചേക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ അലീനെ പെടുത്താം, എന്തെങ്കിലും ചെയ്യാം. കാരണം അവൾക്ക് ആരുമില്ലല്ലോ. ഇവരൊക്കെ വലിയ പണക്കാരല്ലേ, പൈസ ഉള്ളവരല്ലേ എന്നായിരിക്കും പോലീസുകാർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അയ്യോ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണ്ടേ മാമച്ചായ, അല്ലെങ്കിൽ പിന്നെ അലീനയ്ക്കിത് പ്രശ്നമാവില്ലേ? അങ്ങനെ നമുക്ക് മനുവേട്ടനെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ? മനുവേട്ടൻ അറിഞ്ഞിട്ടില്ല, നീ വിളിക്ക്. അങ്ങനെ പെട്ടെന്ന് മനുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ രേവതി? രേയോ, അലീനെ അറസ്റ്റ് ചെയ്തിട്ട് പോയെന്നോ? എന്തിനാ? അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിയില്ല മനുവേട്ട, എത്രയും വേഗം ഒന്ന് സ്റ്റേഷനിൽ പോകാവോ? ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങ് എത്തുമ്പോൾ തന്നെ ഒത്തിരി താമസിക്കില്ലേ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് മാമച്ചനും കേസമ്മയും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അടുത്തല്ലേ മനുവേട്ടനൊന്ന് അന്വേഷിക്കാൻ പോകണം. അങ്ങനെ മനു ചാടി ശ്രമിച്ച് അലീനയുടെ കാര്യം അറിഞ്ഞും കൊണ്ട് ഇറങ്ങാണ്. എവിടെയാടാ നീ പോകുന്നത് എന്നും പറഞ്ഞ് കമല, അമ്മ ഒന്ന് മാറിക്കേ, സ്വന്തം മോൻ തെറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്കാണ് ഇപ്പോൾ തലവേദന. പാവം അലീന എന്ത് തെറ്റ് ചെയ്തു? അവളെയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കാം. ഇവിടെ വന്ന് ചോദിച്ചത് അമ്മ കേട്ടില്ലേ? അലീനയ്ക്ക് മയക്കം മരുന്ന് കൊടുത്തതും പീഡിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഇവന്മാർ അവരെ ചെന്ന് തുറന്ന് പറഞ്ഞില്ലേ? അലീന അന്ന് ആരോടെങ്കിലും ഇത് തുറന്ന് പറഞ്ഞിരുന്നോ? ഇവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അതെല്ലാം ചെയ്തത്. എന്നിട്ട് ഇപ്പം എന്തായി? കണ്ടല്ലോ,
മോൻ ചെയ്തതിൻ്റെ ഓരോന്നായിട്ട് പുറത്ത് വരുന്നത്? തെറ്റ് ചെയ്താൽ അത് എന്നായാലും പുറത്ത് വരുമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എടാ നീ ഇപ്പം എങ്ങോട്ട് പോവാ? ഞാൻ അലീനെ കാണാൻ പോവാ. അത് ശരി, സ്വന്തം അനിയനെ ഒന്ന് ജാമ്യത്തിലിറക്കാനും അതിനും ഇതിനും ഒക്കെ പറഞ്ഞിട്ട് നിനക്ക് വയ്യല്ലേ? അവളെ പോലീസുകാരി പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്കും അതിൻ്റെ പുറകെ നീ ചെല്ലുന്നോ? ഞാൻ പറയുന്നത് നീ കേട്ടാൽ നീ പോവില്ല. അമ്മ അങ്ങോട്ട് മാറിക്കേ. അമ്മയാണോടാ നിനക്ക് വലുത് അതോ അവളാണോടാ വലുത്? ഇപ്പം അമ്മയോട് മാറാനാ പറഞ്ഞത്. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണം. അങ്ങനെ കമല ഓടിപ്പോയി ഡോറോ അടച്ചുട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് നീ പോണ്ട, അമ്മയാണോ വലുത് അവളാണോ വലുത് നീ തീരുമാനിക്കുക, എന്നിട്ട് പോയാൽ മതി. അങ്ങനെ ആകെപ്പെട്ട് മാലുവിന് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കട്ടെ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്